ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള സ്നാക്സ് മൈദയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ നന്നായിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു ജീരകത്തിന് പകരം ഇനി കറുത്ത എള്ളോ വെള്ള എള്ളോ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഓയിലിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം, അതും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പൊടി ഓയിലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടയായിട്ടാവും. അതൊക്കെ ഉടച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഈ മാവ് നല്ല ലൂസായിട്ടല്ല ഇരിക്കേണ്ടത്, കുറച്ച് കട്ടിയായിട്ട് ചപ്പാത്തിയുടെയൊക്കെ മാവിൻ്റെ അതേ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. നമുക്ക് പരത്തിയെടുക്കാനൊക്കെ പറ്റണം. അപ്പോൾ നല്ല ലൂസായി പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം പരുവമുണ്ട്, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിനെ റെഡിയാക്കി എടുക്കുന്നത്. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റില്ല. മൈദ ആയതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതാ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. മാവ് കണ്ടില്ലേ, കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പരുവം. ഒരു 5 മിനിറ്റ് സമയമോളം നമ്മളിത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം, എന്നാലേ മാവ് നല്ല പരുവത്തിന് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ മാവിൻ്റെ പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒരുപാട് ചെറുതല്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിതാ ഈ ഒരു വലിപ്പത്തിൽ 4 ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 4ഉം നന്നായിട്ട് പരത്തിയെടുക്കാനുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ ബോർഡിലാണ് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത് പരത്തുന്നത്. ഈ ഒരു പരത്തിയെടുക്കുന്ന മാവിന് പ്രത്യേകിച്ച് ആകൃതിയോ ഷേപ്പോ ഒന്നും തന്നെ വേണമെന്നില്ല, നന്നായിട്ട് അങ്ങ് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ അത് നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവരുത്, നല്ല നൈസായിട്ട് വേണം മാവിരിക്കാനായിട്ട്. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ പലഹാരം റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം മാവൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഭാഗത്തു കൂടി പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെയും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഇതുപോലെ 2 സൈഡും പൊടിയിട്ട് തട്ടിയതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ മാവ് ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പൊടി തട്ടി ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ലെയറായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്ത ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതേപോലെ തന്നെ വീണ്ടും ഒരു മാവ് എടുക്കുക, ഇതുപോലെ പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിലും കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ 4 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു കടായിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടും വേവിച്ചെടുക്കരുത്, അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടും വേവിച്ചെടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം.
എങ്കിലേ എല്ലാം ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കറിവേപ്പിലയുടെ മണവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതെല്ലാം രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് എണ്ണ കുടിക്കുമെന്ന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഒട്ടും എണ്ണ കുടിക്കത്തില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെ ഉണ്ട്. ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഓരോരുത്തരുടെയും ആവശ്യത്തിന്. ഞാനിവിടെ 1/2 സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആ ഒരു സ്നാക്സിന് വേണ്ടി മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു മുളക് പൊടിയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ്. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചതിലേക്ക് ഈ ഒരു മിക്സ് ചെയ്ത പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എങ്കിലേ അതിൻ്റെ ആ ഒരു രുചി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.